ഹായ് എല്ലാവർക്കും മിജിസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യുന്നത് ഒരു ബീഫ് കറിയുടെ റെസിപ്പിയാണ്. അതിനായിട്ട് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണം, അതെങ്ങനെ ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് നോക്കാമേ. ഇതിപ്പോൾ ഒരു 2 കിലോ ബീഫിൻ്റെ അളവാണ് ഈ പറയുന്നത്. ഞാനൊരു 6-7 സവാള, ഒരു മീഡിയം സൈസിലെ സവാളയായിരുന്നു അതെടുത്തിട്ടുണ്ട്. ചീനച്ചട്ടിയിൽ ഉരുളി വെച്ചിട്ട് ഒരു ഇച്ചിരി ഓയിൽ ഒഴിച്ചതിന് ശേഷം ഈ സവാള അതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് ഇഞ്ചി മാത്രമാണ്. ഇഞ്ചി ഒരു ടേബിൾ സ്പൂണോളം ഇഞ്ചി ചതച്ചതും, ഒരു 15 അല്ലി വെളുത്തുള്ളി, അത് വലുതായിരുന്നു, അതുകൊണ്ട് ഞാനതൊന്ന് ചിലത് വട്ടത്തി കീറിയിട്ടിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് ഉപ്പൂടി ഇട്ടിട്ട് ഞാനൊരു 2 ടൊമാറ്റോ, വലുതാണെങ്കിൽ ഒരെണ്ണം മതി, ഇത് ഒരു മീഡിയം സൈസിലെ 2 ടൊമാറ്റോ ഇതിൽ ചേർത്തിട്ടുണ്ട്. നല്ല ഫ്രഷ് കറിവേപ്പില ഉണ്ടെങ്കിൽ ഒരു 2 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ടൊന്ന് വഴറ്റണം. എൻ്റെ ഒരു കറിവേപ്പില ഇത്തിരി കുറവായിരുന്നു, അതുകൊണ്ട് ഇപ്പം ഞാൻ ചേർത്തില്ല. എന്നിട്ടിത് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം കുറച്ച് ഉപ്പിട്ടിട്ട്. അപ്പം ഞാനിവിടെ ബീഫ് നന്നായി കഴുകി വാരിയെടുത്ത്. അപ്പം ബീഫ് സാധാരണ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ബീഫിൻ്റെ അകത്തെ ആ ബ്ലഡൊക്കെ പോകാനായിട്ട് ഞാൻ എങ്ങനെയാണെന്ന് ചെയ്യുന്നത്, ആദ്യം ബീഫ് ഒരു പ്രാവശ്യം ഒന്ന് കഴുകിക്കളയും. എന്നിട്ട് ഒരു ടേബിൾ സ്പൂൺ ഉപ്പിട്ടിട്ട് കുറച്ച് നേരം ആ വെള്ളത്തിൽ അങ്ങനെ ഉപ്പ് വെള്ളത്തിൽ ഇട്ട് വെച്ചേക്കും. എന്നിട്ട് നന്നായി ഒരു 3-4 വെള്ളത്തിൽ കഴുകുമ്പോഴത്തേക്കിന് അത് ക്ലിയർ ആവുന്നിടം വരെ ഒന്ന് കഴുകിയെടുക്കണം. നമ്മൾ കുറച്ച് വിനാഗിരിയും കൂടെ ഒഴിച്ച് നമുക്ക് കഴുകിയെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പം ഞാനൊരു ഓരോരുത്തരുടെയും കുക്കറിൻ്റെ വിസിൽ എത്ര വിസിൽ വരുമ്പം വേവുമെന്ന് നിങ്ങൾക്കറിയാമല്ലോ, അതനുസരിച്ച് വിസിൽ അടിച്ചെടുക്കുക. ഇപ്പം ഈ സവാളയൊക്കെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 3.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 2 ടേബിൾ സ്പൂൺ കാശ്മീരിയും, 1 ടേബിൾ സ്പൂൺ മിക്സ് എരിവൻ മുളകും, 1.5 ടേബിൾ സ്പൂൺ ഗരം മസാല, 1.5 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ഇതിൻ്റെ പച്ചമണം പോകുന്നിടം വരെ നമുക്കതൊന്ന് മൂപ്പിച്ചെടുക്കാമേ. തീ ഇച്ചിരി കുറച്ച് വെച്ചിട്ട് ചെറിയ തീയിൽ അതൊന്ന് നമുക്ക് ആ മസാലയുടെ ഒക്കെ പച്ചമണം പോകുന്നിടം വരെ ഒരു മണം വരും. അത്രയും നേരം വേണമെങ്കിൽ ഒന്ന് അടച്ചു കൊടുക്കാം, മിക്സ് ചെയ്തിട്ടൊന്ന് അടച്ചു കൊടുക്കുകയും ചെയ്യാം. ഇതിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂൺ, ഒരു പിഞ്ച് 2 പിഞ്ചോളം കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ഇനി നമുക്ക് ഇപ്പം മസാലയുടെയൊക്കെ പച്ചമണമൊക്കെ പോയി, ഇതിലേക്ക് ഞാൻ കുക്കറിൽ വേവിച്ച് ബീഫ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് വെള്ളമുണ്ട്. അപ്പോൾ അതുകൂടെ ഒന്ന് നന്നായി മിക്സ് ചെയ്തിട്ട് അതൊന്ന് തിളച്ചതിന് ശേഷം ഒരു ചെറിയ തീയിൽ, മീഡിയവും അല്ല ഏറ്റവും കുറവും അല്ല, ആ രീതിയിൽ നമുക്കിതൊന്ന് കുറഞ്ഞ തീയിൽ വെക്കാം. കാരണം ആ ബീഫിൻ്റെ അകത്തൊക്കെ മസാലയൊന്ന് പിടിച്ച് നന്നായിട്ടൊന്ന് വേവട്ടെ. വേവ് മീൻസ് കുറച്ചുകൂടി ഇനി വേവണം. പിന്നെ മസാലയൊക്കെ നന്നായി മെയിനാണ് കഷ്ണങ്ങളിൽ പിടിക്കണം. ഇതിലേക്ക് ഇനി കുറച്ച് കടുക് കൂടെ വറുത്ത് ചേർക്കാം. ചില സ്ഥലങ്ങളിൽ ബീഫ് കറിക്കൊന്നും കടുക് വറുക്കാറില്ല, പക്ഷേ നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് കടുക് വറുത്ത് നോക്കിയാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും ആ കടുകൊക്കെ പൊട്ടി കറിവേപ്പിലയുടെയും എല്ലാം കൂടെ ആ ടേസ്റ്റ് കയറുമ്പോൾ. അപ്പോൾ ഞാൻ ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തേ, എത്രയും നല്ല വെളിച്ചെണ്ണയാണ്. അതിലേക്ക് ഞാനൊരു 2 ടീസ്പൂൺ കടുക് ഇട്ടിട്ടുണ്ട്. കടുകും ഇടുമ്പോൾ ഒരു ഇച്ചിരി കൂടുതൽ ചേർക്കുന്നത് നല്ലതാട്ടോ. എന്നിട്ട് ഞാനിതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് വറുത്ത് ചേർക്കുന്നുണ്ട്. അപ്പോൾ ആ തേങ്ങാക്കൊത്ത് ഞാൻ കഴത്തിയുണ്ടേ, അതിൻ്റെ അകത്ത് ഇത്തിരി പൊടി പോലെ, മീൻസ് ഈ ആ ചിരട്ടയുടെ പൊടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനതൊന്ന് കഴുകിയിട്ട് ആ അരിപ്പയിലോട്ടൊന്ന് വെച്ചിട്ട് അതിൻ്റെ അകത്തോട്ട് ചേർത്തതേ. എന്നിട്ട് ഇതുകൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. ചിലർക്ക് തേങ്ങാക്കൊത്തൊന്നും ചിലർക്കെന്ന് പറയാൻ ഇവിടുത്തെ പിള്ളേർക്ക് തേങ്ങാക്കൊത്ത് ഇതിൽ ഇഷ്ടമല്ലായിരുന്നു, പക്ഷേ ഇപ്പം ഒരാൾ കഴിക്കുന്നുണ്ട്. എനിക്ക് പക്ഷേ ഭയങ്കര ഇഷ്ടം ഇതിൻ്റെ അകത്ത് ഈ തേങ്ങാക്കൊത്തൊക്കെ എടുത്ത് കഴിക്കാനായിട്ട്. എന്നിട്ട് ഒരു 1-2 തണ്ട് കറിവേപ്പില, നല്ല ഫ്രഷ് കറിവേപ്പില ഇട്ടാൽ കുറേയും കൂടെ നല്ലതാണ്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കും എല്ലാം പറഞ്ഞിട്ട് കുറേയും കൂടെ നല്ലതാണ് അങ്ങനെ പറഞ്ഞ്. ഇതെല്ലാം കൂടെ ചേരുമ്പോഴാണ് കടുക് വറുത്ത് ചേർക്കുമ്പോൾ ഒരു നല്ലൊരു മണവും ടേസ്റ്റും അവിടെ എങ്ങും നിൽക്കാൻ പറ്റത്തില്ല ആർക്കും. പിന്നെ എന്നിട്ട് ഞാൻ ഇതാണ്ട് ഒരു 2-3 വെളുത്തുള്ളി ഇങ്ങനെ നീളത്തിൽ അരിഞ്ഞതും, ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചിയും അരിഞ്ഞതും. എന്നിട്ട് ഞാനിവിടെ സവാളയെ ചേർത്തേ. നിങ്ങൾക്ക് അതിന് പകരം കൊച്ചുള്ളി ആണെങ്കിൽ ഒരു 10-15 കൊച്ചുള്ളി അരിഞ്ഞ് ചേർക്കുകയാണെങ്കിൽ ഒത്തിരി നല്ലതായിരിക്കും. എന്നിട്ടിത് നമ്മുടെ ബീഫിൽ ചേർത്ത് കൊടുക്കാം. നമ്മുടെ അടിപൊളി ബീഫ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കുറച്ചുകൂടെ ചാറ് കുറയ്ക്കണമെങ്കിൽ അങ്ങനെ ചാറ് കുറയ്ക്കാം. ചാറ് ഇച്ചിരി കൂടെ വേണമെങ്കിലും ആക്കാം. പക്ഷേ ഇച്ചിരി ചാറില്ലാതെ റോസ്റ്റായിട്ട് ഇത്തിരിയും കൂടെ ചാറ് വറ്റിച്ചാൽ നല്ല. ഇവിടെ ഇച്ചിരി ചാറ് പിള്ളേർക്ക് വേണം, അതുകൊണ്ടാണ് ഞാനിങ്ങനെ ആക്കിയത്. ഇപ്പോൾ ഇത് നല്ല ചൂട് അടിക്കട്ടിയുള്ള പാത്രം, അതുകൊണ്ട് ഇപ്പോൾ ഇത്രയും ചാറുണ്ടെങ്കിലും കുറച്ചുകൂടെ കഴിഞ്ഞ് കുറേ കടങ്ങ് അത് കുറുകിക്കോളും. അപ്പോൾ നിങ്ങൾ തീർച്ചയായും ഈ സ്റ്റൈലിലൊന്ന് ഉണ്ടാക്കി നോക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കൂടെ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ഷെയർ കൂടെ ചെയ്തേരെ. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ, ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു, ടേക്ക് കെയർ, ബൈ, സീ യു.